കുട്ടിച്ചാത്തൻ എന്ന പേര് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ കുട്ടിച്ചാത്തനൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ രൗദ്രഭാവത്തിൽ നിൽക്കുന്നൊരു ശക്തിയുണ്ട്. കരിങ്കുട്ടി, കറുത്ത വേഷം, കയ്യിൽ ഇരുമ്പ് ദണ്ട്, ചുവന്ന കണ്ണുകൾ. വിഷ്ണുമായ സ്വാമിയുടെ അഥവാ കുട്ടിച്ചാത്തന്റെ ഏറ്റവും വിശ്വസ്തനായ സൈന്യാധിപൻ. ആരാണീ കരിങ്കുട്ടി? ആ പേടിപ്പെടുത്തുന്ന കഥ കേൾക്കാം. പുരാണങ്ങൾ പ്രകാരം സാക്ഷാൽ പരമശിവന്റെ കോപത്തിൽ നിന്നാണ് കരിങ്കുട്ടിയുണ്ടായത്. ഒരിക്കൽ പരമശിവൻ കൊടും ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഇരുട്ടിൽ നിന്നും നിഴലിൽ നിന്നും ഒരു രൂപം പുറത്തുവന്നു. കരിങ്കല്ലുപോലെ കറുത്ത ശരീരം. അതുകൊണ്ട് ശിവൻ അവനെ പേരിട്ടു കരിങ്കുട്ടി. പേരുപോലെ തന്നെ ഇരുട്ടിന്റെ ശക്തിയായിരുന്നു അവൻ. ശ്രീ പരമേശ്വരൻ വനവേടനായി പാർവതീദേവിക്കൊപ്പം ജീവിച്ച കാലത്തുണ്ടായ മകനാണ് വിഷ്ണുമായ അഥവാ കുട്ടിച്ചാത്തൻ. വിഷ്ണുമായയ്ക്ക് കളിക്കൂട്ടുകാരനായും പിന്നീട് വിഷ്ണുമായയുടെ അംഗരക്ഷകനായും ശിവൻ നിയോഗിച്ചത് കരിങ്കുട്ടിയെയാണ്. വിഷ്ണുമായ എവിടെയുണ്ടോ അവിടെ കരിങ്കുട്ടിയുമുണ്ടാകും. വിഷ്ണുമായ കൽപ്പിക്കുന്നത് എന്ത് കഠിനമായ കാര്യമായാലും അത് നടപ്പിലാക്കുന്നത് കരിങ്കുട്ടിയാണ്. മറ്റു ദൈവങ്ങളെപ്പോലെ ശാന്തനല്ല കരിങ്കുട്ടി. അർദ്ധരാത്രിയാണ് കരിങ്കുട്ടിയുടെ സഞ്ചാരസമയം. കള്ളും മാംസവുമാണ് ഇഷ്ടവിഭവങ്ങൾ. ശത്രുക്കളെ നശിപ്പിക്കാൻ ഇത്രയും വേഗതയുള്ള മറ്റൊരു മൂർത്തിയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു. മന്ത്രവാദത്തിലും മറ്റും ശത്രുദോഷം മാറ്റാൻ കരിങ്കുട്ടിയെയാണ് വിളിക്കാറുള്ളത്. തെറ്റു ചെയ്താൽ ക്ഷമിക്കാത്ത, എന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവമാണ് കരിങ്കുട്ടി. ഒരിക്കൽ വിഷ്ണുമായയെ ആക്രമിക്കാൻ വലിയൊരു അസുരപ്പട വന്നെത്തി. മായാവിദ്യകൾ കൊണ്ട് വിഷ്ണുമായ അവരെ നേരിട്ടു. എന്നാൽ അസുരന്മാർ വീണ്ടും ശക്തി പ്രാപിച്ചു. ആ സമയം വിഷ്ണുമായയുടെ ആജ്ഞപ്രകാരം കരിങ്കുട്ടി തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. കൂരിരുട്ടു പരത്തി അസുരന്മാരുടെ കണ്ണു കാണാതാക്കി കൈയിലുള്ള ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് നിമിഷനേരം കൊണ്ട് ശത്രുക്കളെ കരിങ്കുട്ടി തകർത്തു തരിപ്പണമാക്കി. അന്നുമുതൽ കരിങ്കുട്ടിയെ ശത്രുസംഹാരകൻ എന്ന് വിളിക്കുന്നു. ഇന്നും മലബാറിലെ തറവാടുകളിലും ചാത്തൻ സേവാ മഠങ്ങളിലും വിഷ്ണുമായയ്ക്കൊപ്പം കരിങ്കുട്ടിക്കും സ്ഥാനമുണ്ട്. സത്യസന്ധമായി ജീവിക്കുന്നവരെ കരിങ്കുട്ടി കാക്കും, അല്ലാത്തവരെ ശിക്ഷിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.